ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് CPM പറയുന്നതിന്റെ പ്രധാന കാരണം, എല്ലാ വേദികളിലും CPM പറയുന്ന ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് 185 കോടി രൂപയോടെയോളം വലിയ ക്രമക്കേട് അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ദേശീയ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് 182 കോടിയുടെ വലിയ ക്രമക്കേട് അന്വേഷിക്കാൻ ഇറങ്ങിയ ദേശീയ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് ഈ 2.78 ക്രോറിലേക്ക് കാര്യങ്ങൾ ചുരുക്കിയിരിക്കുന്നത്? മറ്റന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? അതിനെക്കുറിച്ച് ആർക്കും രാഷ്ട്രീയ ജാഗ്രതയില്ലേ, ചോദ്യങ്ങളില്ലേ, അന്വേഷണമില്ലേ, തെളിവെടുപ്പില്ലേ, റെയ്ഡില്ലേ എന്നാണ്. നോക്കൂ മധു, ഈ CPM കുറെ കാലമായി പറയുന്നത് ദേശീയ തലത്തിൽ EDയുടെ കൺവെൻഷൻ റേറ്റുമായി ബന്ധപ്പെട്ടാണ്. ആ കാര്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തില്ലാത്തത് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങളോടുള്ളത്. ഇനി അങ്ങ് ചോദിച്ചത് അന്വേഷണത്തിൻ്റെ സർവൈലൻസുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയേണ്ടത് ED ആണ്, അല്ലെങ്കിൽ EDയുമായി ബന്ധപ്പെട്ടവരാണ്. നോക്കൂ, ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇതൊരു പൊളിറ്റിക്കൽ വെണ്ടേറ്റയാണ്, ഒരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയാൻ പറ്റാത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, കാരണം 1.5 വർഷം മുമ്പ് ശ്രീ M ജയചന്ദ്രനും CPMൻ്റെ ഔദ്യോഗിക പ്രതിനിധികളോടും കുട്ടമ്പിള്ള തൊട്ട് SFIO വരെ, മാധു തൊട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചാനൽ ഡിബേറ്റ്, എല്ലാ ചാനൽ ആങ്കേഴ്സും വരെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്ത് സർവീസ് ഡെലിവർ ചെയ്തിട്ടാണ് വീണ വിജയന് ഈ പറയുന്ന 2.5 കോടി രൂപ കൈപ്പറ്റിയത് എന്ന് ഒരു വരി വാചകത്തിൽ ഉത്തരം പറയാം. ഒരു വരി വാചകത്തിൽ ഇതുവരെ അതിന് മെനക്കെടാനോ അങ്ങനെ ഒരു ഉത്തരം പറയാനോ CPM തയ്യാറായിട്ടില്ല. CPMോ CPMൻ്റെ നേതാക്കളോ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 1. 2, എന്തിനാണെന്ന് CPM ഇത്ര വെള്ളം കുടിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ ആഴ്ചയാണ് സഹാവ് ബിനീഷ് കോടിയേരിയും ഞാനും കൂടെ മറ്റൊരു ചാനലിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അന്ന് ഞാൻ സഹാവ് ബിനീഷിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. SFIയുടെയോ ബാലസംഘത്തിൻ്റെയോ DYFIയുടെയോ CPMൻ്റെയോ 5 രൂപ മെമ്പർഷിപ്പ് വീണ വിജയനുണ്ടോ? ഇല്ല. എന്നാൽ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്നപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും പറഞ്ഞത് അത് ആ കുടുംബം നോക്കിക്കോളുമെന്നാണ്. ഇത് പാർട്ടിയുടെ കേസല്ല, അത് കുടുംബം നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഏത് ബാലസംഘത്തിലൂടെ വന്ന സഹാവ് ബിനീഷിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 5 രൂപ മെമ്പർഷിപ്പ് ഇല്ലാത്ത വീണ വിജയനെ അല്ലെങ്കിൽ വീണ തൈക്കണ്ടെ ന്യായീകരിക്കാൻ വേണ്ടി എന്തിനാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കുന്നത്? എന്തിനാണ് കട്ട സഹാക്കളോട് ഈടിക്കട്ട് എറിയടാ എന്ന് പറഞ്ഞു വിടുന്നത്? പാവപ്പെട്ടവനെയൊക്കെ തീഹാർ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത്, അവരുടെ ജീവിതം നശിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പിണറായി വിജയന് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താണ് ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്? ഇപ്പോൾ ED ഇപ്പോൾ ഈ പൈസ വന്നത് എന്തിനാണ് എന്ന് ആദ്യം അന്വേഷിച്ചു. പൈസ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല ഇതുവരെ. പൈസ എവിടേക്കാണ് പോയത് എന്നിടത്താണ് അന്വേഷണം നിൽക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പൈസ കിട്ടുന്നതിന് 3 മാസം മുമ്പാണ് പരിസ്ഥിതി വകുപ്പ് അന്നത്തെ മന്ത്രിയായിരുന്നു KK ശൈലജയുടെ കയ്യിലായിരുന്നു. KK ശൈലജയുടെ കയ്യിൽ നിന്ന് 3 മാസം മുമ്പ് പിണറായി വിജയൻ പെട്ടെന്നൊരു മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് ഒരാവശ്യമില്ലാതെ, പ്രത്യേകിച്ചൊരു റീസണുകളൊന്നും അതിൻ്റെ പുറത്തുണ്ടായിരുന്നില്ല. ആ പരിസ്ഥിതി വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം, പിണറായി വിജയൻ ഏറ്റെടുത്തതിന് ശേഷം വലിയ അത്ഭുതങ്ങൾ അതിൽ സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ പെട്ടെന്ന് ആ പരിസ്ഥിതി വകുപ്പ് അങ്ങ് ഏറ്റെടുക്കുന്നു. ഏത് പരിസ്ഥിതി വകുപ്പ്? കരിമണൽ കർത്തയ്ക്ക് ആവശ്യമുള്ള വേണ്ടപ്പെട്ട പരിസ്ഥിതി വകുപ്പ്. അത് ഏറ്റെടുത്ത് 3-ാമത്തെ മാസം തൊട്ട് വീണ വിജയന് പൈസ കിട്ടുന്നു. വീണ വിജയൻ ED കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് എന്റെ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന, നേരത്തെ മാധു പറഞ്ഞ പേപ്പർ കമ്പനി. ജോസഫ് സി മാത്യു, പരിസ്ഥിതി വകുപ്പ് പിണറായി വിജയൻ KK ശൈലജനെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്? എനിക്കൊരു സംശയമുള്ളതുകൊണ്ടാണ്, ആർക്ക് വേണമെങ്കിലും എന്നെ തിരുത്താം. അങ്ങനെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിലില്ല. അങ്ങേക്ക് ഓർമ്മയുണ്ടോ? KK ശൈലജയിൽ നിന്ന് ഏറ്റെടുത്തു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഏറ്റെടുത്തു എന്നാണ് ഞാൻ. ശരി, എന്റെ ഓർമ്മയിലില്ലാത്തതുകൊണ്ടാണ്. ശ്രീവാസൻ തുടരൂ. അപ്പൊ അതിൽ വ്യക്തതയുണ്ടല്ലോ. ഞാൻ വേണമെങ്കിൽ ഡേറ്റും മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സും വായിക്കാം. ക്ലാരിറ്റി വരുത്തിയത് വളരെ നല്ലതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഉന്നയിക്കുന്ന പൊളിറ്റിക്കൽ ആരോപണത്തിന് എനിക്ക് എൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ഡോക്യുമെൻ്റ് എന്താണ് എന്ന് ഞാൻ പറയണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ വീണ വിജയൻ പറയുന്നു എൻ്റെ കമ്പനിയെ, എക്സാലോജിക് എന്ന് പറയുന്ന യാതൊരു ലോജിക്കുമില്ലാത്ത കമ്പനിയെ, ഈ പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനി സമീപിച്ചു. എന്തിന് സമീപിച്ചു? ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടി സമീപിച്ചു. എന്നാൽ മാധു റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്ത് ആദ്യ മാസം ജോലി ചെയ്തതിന് ശേഷമാണല്ലോ അങ്ങേക്ക് സാലറി ഡെബിറ്റ് ആവുന്നത്. അല്ലാതെ ഇന്റർവ്യൂവിന് അങ്ങേക്ക് ലെറ്റർ വന്നതിൻ്റെ അടുത്ത മണിക്കൂർ തൊട്ട് സാലറി വരില്ലല്ലോ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവർ തമ്മിൽ ആ സംസാരം ഉണ്ടായതിൻ്റെ അടുത്ത നിമിഷം തൊട്ട് പൈസ വരാൻ തുടങ്ങി. അതിന് മുമ്പ് 50 ലക്ഷം രൂപ കൈവായ്പ കൊടുത്തിരുന്നു, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പൈസ വരാൻ തുടങ്ങി. അതിനുശേഷം ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്ത പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വീണ കൺസൾട്ടൻ്റായി നിന്നുകൊണ്ട് ഏതാണ് നല്ല സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ അവൈലബിൾ എന്ന് പറഞ്ഞാൽ മതി, അതിന് പൈസ തരാം. അതാണ് 2.5 കോടി രൂപ. ഇതിലെവിടെയും ഈ ചോദ്യങ്ങളൊക്കെ അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു ലൈനിൽ നിന്നാണ് അങ്ങ് തന്നെ സംസാരിച്ചു തുടങ്ങി. ഇതിലൊന്നും തർക്കമില്ല.
ഞാൻ അങ്ങയോട് ചോദിച്ചത് ഇപ്പൊ അങ്ങ് പറയുന്നു അത് ED ആണ് മറുപടി പറയേണ്ടതെന്ന്. ED പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും EDയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരില്ല. ഇപ്പം ED ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു പുതിയ റിലീസ് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് KM ഷാജി പറഞ്ഞത് അവർ ചെയ്ത പാപത്തിന്റെ ഫലമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് അവർ പറയുന്നതും ചെയ്യുന്നതും രണ്ടും രണ്ടാണെന്ന് ബോധ്യപ്പെട്ടില്ലേ ഇപ്പോഴത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിന്ന്. അപ്പൊ ആ വാർത്തകളും EDയുടെ വാർത്താക്കുറിപ്പും കോൺഗ്രസ് വിശ്വസിക്കുന്നു, UDF വിശ്വസിക്കുന്നു. സ്വാഭാവികമായും എനിക്ക് UDFന്റെ പ്രതിനിധിയോട്, കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാമല്ലോ, എന്തുകൊണ്ട് 182 കോടിയിൽ 2.5 കോടി, അതിനപ്പുറത്തേക്കുള്ള ഒരു ഹ്യൂജ് എമൗണ്ടിനെ കുറിച്ച് EDക്ക് യാതൊരു തരത്തിലുള്ള ചിന്തയുമില്ല? നിങ്ങളെയും വേട്ടയാടിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയും. നിങ്ങൾ രാഷ്ട്രീയ വേട്ട എന്ന് തന്നെയല്ലേ പറഞ്ഞത്? CPM ചോദിക്കുന്നതിന് മറുപടി പറയാമല്ലോ. അല്ല, ഞങ്ങൾ രാഷ്ട്രീയ വേട്ട എന്ന് പറഞ്ഞിട്ടുമുണ്ട്, നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ രാജ്യത്ത് സെൻട്രൽ ഏജൻസികൾ 106 കേസുകളാണ് മാധു ഈ 10 വർഷക്കാലത്തിനിടയിൽ എടുത്തത്. ആ 106-ൽ 102 കേസുകൾ, അതായത് 4 കേസുകൾ ഒഴികെ 102 കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിരുന്നു. 98 കേസുണ്ടല്ലോ കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടാണ്, 98 അപ്പോൾ EDയുടെ രാഷ്ട്രീയ വേട്ടയെ പറ്റിയൊക്കെ പറയാൻ ഞങ്ങളെക്കാൾ അർഹതയുള്ള മറ്റാരും ഇവിടെ ഇല്ല. അപ്പോൾ ED അന്വേഷിക്കുന്നത് ഏത് എക്സ്റ്റെൻഡിലാണ് എന്നത് നമുക്ക് അവരുടെ കയ്യിൽ കൂച്ചുവിലങ്ങിടാൻ പറ്റുന്നതല്ല. അവരന്വേഷിക്കട്ടെ. അതിൽ അവർക്ക് ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നിയാൽ ആ ഘട്ടത്തിൽ ഇടപെടാൻ കോൺഗ്രസിന് യാതൊരു മടിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്രൊണോളജി ബേസിൽ ഇത് പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ഈ ഘട്ടത്തിൽ ഒരിടത്തും എന്താണ് ഡെലിവറി ചെയ്ത സർവീസ് എന്ന് ഒറ്റ വരി വാചകത്തിൽ പറയാൻ പറ്റുന്ന ഉത്തരം പറയാൻ CPMനോ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ച പാർട്ടി സെക്രട്ടറിക്കോ കോടിയേരി ബാലകൃഷ്ണനെ ന്യായീകരിക്കാത്ത CPMനോ അദ്ദേഹത്തിന്റെ മക്കളെ ന്യായീകരിക്കാത്ത CPMനോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. 1. 2, ഇപ്പോൾ ഈ പറയുന്ന അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ ചെന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവരുടെ വൈഫിന്റെ പേരിലാണ് കമ്പനി. ഇപ്പോൾ ഈ റിയാസിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ പേരിലല്ല കമ്പനി, അവരുടെ ഭാര്യമാരുടെ പേരിലാണ് കമ്പനി. അന്വേഷണം ആ ഘട്ടത്തിലേക്ക് പോകേണ്ടതായി വരും. നോക്കൂ, ഈ പറയുന്ന എന്താണ് ബന്ധു നിയമനം എന്ന് പറഞ്ഞ് EP ജയരാജനെ കൊണ്ട് രാജിവെപ്പിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കീഴിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യമാരുടെ പേരിൽ സവിസ്തരം ഈ പേപ്പർ കമ്പനികൾ. അപ്പോൾ ഒരാൾക്കൊരു നീതി, അല്ലെങ്കിൽ ഒരു പക്ഷത്തിനൊരു നീതിയും മറ്റൊരു പക്ഷത്തിന് മറ്റൊരു നീതിയുമാണോ CPMൽ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷനാണ്. അതുകൂടി ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പൊളിറ്റിക്കൽ വെണ്ടേറ്റയാണെങ്കിൽ, ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കാം. ആരുടെ കൂടെ? വീണ തൈക്കണ്ടിയുടെയും റിയാസിന്റെയും പിണറായി വിജയന്റെയും കൂടെ നിൽക്കാം. ഞങ്ങൾ സമരത്തിന് കൂടെ വരാം. പക്ഷെ ഒരു വാക്കിൽ ഉത്തരം പറയണം. ഏത് സർവീസാണ് എക്സാലോജിക് ബന്ധപ്പെട്ട് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതും ആ കാര്യം തന്നെയാണ്. എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തു സേവനം, എന്തിന് പണം വാങ്ങി എന്ന ചോദ്യത്തിന് ഇതുവരെയും മറുപടി വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഈ 182 കോടിയും അങ്ങനെ വിശദീകരിക്കാതിരുന്ന കോടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയും കർത്തിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അവിടെ നിന്ന് ഡയറികൾ കണ്ടെത്തുകയും ഈ പറയുന്ന വിവരങ്ങൾ മുഴുവൻ പുറത്തു വരികയും ചെയ്തത്. അപ്പോൾ ആ 180 കോടിയിലും ഇല്ലാത്ത ഒരു താല്പര്യം EDക്ക് 2.5 കോടിയിൽ 2.78 കോടിയിൽ ഉണ്ട് എന്നതാണ് CPMന്റെ ഒരു പ്രതിരോധം. അങ്ങ് പറയുന്നത് ശരിയാണ്. ഞാനും ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്, എന്തു സേവനം എന്ന കാര്യത്തിൽ, എന്തിനു പണം വാങ്ങി എന്ന കാര്യത്തിൽ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും EDയെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം അതുകൊണ്ട് കൂടിയാണ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഡിബേറ്റ് വിത്ത് മാധു സജി.